ഇന്ന് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം. അരിയൊക്കെ അരച്ച് കുറുക്കിയെടുത്തിട്ട് ആ രീതിയിലാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരി എടുത്തിട്ടുള്ളത്. പച്ചരി തലേദിവസം രാത്രി നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ ഒഴിച്ച് കുതിർത്ത് വെച്ചാണത്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ റേഷൻ പീടികയിൽ നിന്ന് മേടിക്കുന്ന പച്ചരി ആട്ടാ. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല നൈസായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 തവണയായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കാനായിട്ട് എടുത്തിട്ടുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അളവ് കപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ പകുതിയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ഭാഗം അരച്ചിട്ട് നമുക്കത് കടായിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ആ കപ്പ് കൊണ്ട് തന്നെ 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതിൽ ഉപ്പ് കൂടി പോകാൻ പാടില്ല. കാരണം നമ്മളിത് കുറുക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു കട്ടി കൂടുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് അടപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് എവിടേക്കും മാറിപ്പോകരുത്. കാരണം ഇതിങ്ങനെ പെട്ടെന്ന് തന്നെ പൊടി കട്ടിയായി പോകും അടിയിൽ. അപ്പോൾ അതുകൊണ്ട് കൈയെടുക്കാണ്ട് തന്നെ ഇളക്കിയെടുക്കുക. തീ കൂട്ടി വെച്ചിട്ട് ഇളക്കിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈയെടുക്കാണ്ട് ഇളക്കിയാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് ഹാർഡല്ല കേട്ടോ മാവ്. നമുക്ക് ഞാൻ ഈ സ്പാച്ചുല വെച്ചിട്ട് പ്രസ് ചെയ്യുന്നതുകൊണ്ട് തോന്നുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചൂടാറുമ്പോൾ കൈ കൊണ്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചൊന്ന് മയപ്പെടുത്തിയെടുക്കണേ. ഇനി നമുക്ക് മാവ് സേവനായിലോട്ട് നിറച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇഡലിയുടെ തട്ടിലോട്ട് വെളിച്ചെണ്ണ ഞാൻ പരട്ടിയിട്ടുണ്ടായിരുന്നേ, അതിലോട്ട് പിഴിഞ്ഞു കൊടുക്കാം എല്ലാതും. ഇനി നമുക്ക് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് ഇത്രത്തോളം മാവ് ബാക്കി വന്നിട്ടുണ്ട്. ഇങ്ങനെ മിച്ചം വരുന്ന മാവ് വെച്ചിട്ട് ഞാൻ മണിപ്പൂട്ട് ഉണ്ടാക്കാറ്. മണിപ്പൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിടി ഉണ്ടല്ലോ, അത് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അതുണ്ടാക്കാറ് കേട്ടോ. പിന്നെ ഇടിയപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇടിയപ്പം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. പിന്നെ ഈ ഒരളവിൽ മാവ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ 4 പേർക്കൊക്കെ നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ ഇത്. പിന്നെ രാത്രിയാകുമ്പോഴും ഹാർഡൊന്നും ആവത്തില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. അപ്പോൾ ഒരു തവണയെങ്കിലും എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ.